ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന തിരുവചനം ലൗകികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള ഒരു മോട്ടിവേഷണൽ സ്ലോഗനല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ ആശ്രയത്വവും ആത്മീയ സംതൃപ്തിയും കുറിക്കുന്ന ഒന്നാണ്. ഈ വാക്യത്തിന് തൊട്ട് മുമ്പുള്ള ഫിലിപ്പിയർ 4:11-12 പശ്ചാത്തലം അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ അനുഭവിച്ച വിശപ്പും ദാരിദ്ര്യവും സമൃദ്ധിയും കഷ്ടതകളെയും കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇത് നിത്യത ലാക്കാക്കി ഓടുന്ന വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതത്തിലെ പരീക്ഷണങ്ങളായ കഷ്ടതകളും ദുരിതങ്ങളും അതുമൂലമുണ്ടാകുന്ന ക്ലേശങ്ങളുടെയും ഭാഗമാണ്. എന്നാൽ അവയെ നാം നേരിടുന്നത് ക്രിസ്തീയ രീതിയിലല്ലെങ്കിലും നിരാശയ്ക്കും ക്രിസ്തീയ മാർഗം ഉപേക്ഷിക്കുന്നതിനോടൊപ്പം ജീവിതം തന്നെ ഭാരമായി തോന്നുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം മാമോദീസയേറ്റ വിശ്വാസി ഈ ലോകത്തിലെ സ്വർഗരാജ്യ ജീവിതത്തിലൂടെ നിത്യരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ, അഥവാ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നതിലെ തേജസ്കരണം എന്ന അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ ആവശ്യമാണ്, അത്യാവശ്യമാണ്. അത് അപ്പോസ്തല പ്രവർത്തികൾ 14:22 പറയുന്ന ട്രിബുലേഷൻ്റെ ഭാഗവും വിശുദ്ധ മത്തായി 6:9-13 വരെയുള്ള ഭാഗത്ത് കർത്താവ് പഠിപ്പിച്ചു തന്ന ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ ആശ്രയത്തിനുള്ള കർത്തൃപ്രാർത്ഥന അഥവാ ലോർഡ്സ് പ്രേയർ അവയ്ക്കുള്ള പരിഹാരവുമാണ്. വിശുദ്ധ മാമോദീസ അഥവാ സ്നാനത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ച വിശ്വാസി രക്ഷിക്കപ്പെട്ടു. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ പൂർത്തീകരണമായ രക്ഷിക്കപ്പെടും എന്ന അവസ്ഥയിലേക്ക് അഥവാ നിത്യതയിലെത്തുവാനും അഥവാ തേജസ്കരണം അഥവാ മഹത്വീകരണം പ്രാപിക്കുവാനുമായി ഈ ലോകത്തിൽ നാം കൂദാശകളിലൂടെ വളരുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്ന് അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തിച്ചേരുകയുള്ളൂ. കർത്താവ് ആദമിന് കൊടുത്ത ഭൂമിയുടെ മേലും സൃഷ്ടികളുടെ മേലുമുള്ള അവകാശം ദൈവത്തെ അവിശ്വസിക്കുകയും സാത്താനെ വിശ്വസിക്കുകയും ചെയ്തതിലൂടെ ആദമിന് നഷ്ടമാകുകയും സാത്താൻ അത് കൈക്കലാക്കുകയും ചെയ്തു. ആദാം ശരീരത്തിൽ ചെയ്ത പാപത്തിന് ക്രിസ്തു ശരീരത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നാമും ആത്മീയ ജീവിതയാത്രയിൽ യേശുവിനെ പോലെ ആയിത്തീരുവാൻ ക്രിസ്തു സാത്താനെയും ലോകത്തെയും ജയിച്ച് തിരിച്ചു പിടിച്ച ആദാമിന് കൊടുത്ത അവകാശങ്ങളും രക്ഷയും നമുക്കും അനുഭവയോഗ്യമാകുവാൻ നാമും അവൻ്റെ ക്രൂശിലെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുകയും അതിനായി ശരീരത്തിൽ കഷ്ടം അനുഭവിക്കുകയും ശരീരത്തെ ജയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നോമ്പുപവാസങ്ങൾ സഭ കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടതകളെയും പീഡനങ്ങളെയും സ്വന്തം ശക്തി കൊണ്ട് നേരിടാൻ മനുഷ്യന് സാധിക്കില്ല. അവിടെയാണ് ഫിലിപ്പിയർ 4:3 പ്രസക്തമാകുന്നത്. കഷ്ടതകളുടെ തീച്ചോളയിലൂടെ കടന്നു പോകുമ്പോൾ തളർന്നു പോകാതിരിക്കുവാൻ ക്രിസ്തു നൽകുന്ന കൃപയാണ് സകലത്തിനും മതിയാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഷ്ടതകളെന്നത് ക്രിസ്തുവിൻ്റെ കൂടെയുള്ള പങ്കാളിത്തമാണ്, ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്സ്. ഫിലിപ്പിയ ലേഖനം 3:10. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവാത്മാവിനാൽ മനുഷ്യാത്മാവിന് ലഭിക്കുന്ന ദിവ്യ ബലമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. കർത്തൃപ്രാർത്ഥനയിലെ അഥവാ ലോർഡ്സ് പ്രേയറിൻ്റെ 2 പ്രധാന യാചനകളുമായി ഈ വചനങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കർത്തൃപ്രാർത്ഥനയിലെ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം എന്നത്
നിത്യജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ അഥവാ വിശുദ്ധ കുർബാനയാണ് കുറിക്കുന്നത്. ഫിലിപ്പിയർ 4:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്ന എന്നെ ശക്തനാക്കുന്നവനെന്നത് ഈ ജീവൻ്റെ അപ്പമാണ്. ദിവസേനയുള്ള കഷ്ടതകളെയും അപ്പോസ്തല പ്രവർത്തികൾ 14:22 പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ വിശ്വാസിക്ക് ആത്മീയ ആഹാരമായി ജീവൻ്റെ അപ്പമായ കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. നാം അവനിലും അവൻ നമ്മിലും വസിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കും. ഈ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ യാചന, ലീഡ് us not into temptation but deliver us from the evil one. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന ഈ യാചനയിൽ വിശ്വാസികൾ ഏറ്റുപറയുന്നത്, സ്വന്തം ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നില്ല. കർത്താവേ, എൻ്റെ സ്വന്തം ബലം കൊണ്ട് എനിക്ക് പരീക്ഷകളെ തോൽപ്പിക്കുവാൻ കഴിയില്ല. അങ്ങയുടെ കൃപയാൽ മാത്രമേ എനിക്കതിനെ അതിജീവിക്കുവാൻ കഴിയൂ എന്ന കുമ്പസാരമാണിത്. ഇത് ഫിലിപ്പിയർ 4:13 പ്രാർത്ഥനാപരമായ രൂപത്തിലൂടെ ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ ആശ്രയത്വത്തെയും അതുമൂലം ലഭിക്കുന്ന ആത്മീയ സംതൃപ്തിയെയും വെളിവാക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 14:22 അനുസരിച്ച് ഈ ലോകത്തിൽ വിശ്വാസിക്ക് കഷ്ടതകൾ ഉറപ്പാണ്, ആവശ്യവുമാണ്. അത് ക്രിസ്തീയ ജീവിതത്തിൽ സഹനത്തിൻ്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നു. ക്രൂശില്ലാതെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ജീവകിരീടമില്ലല്ലോ. എന്നാൽ ആ കഷ്ടതയുടെ ഭാരം താങ്ങാൻ മനുഷ്യൻ്റെ ഇച്ഛാശക്തി അപര്യാപ്തമാണെന്നത് ദൈവിക ശക്തിയാൽ താങ്ങപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ വെളിവാക്കുന്നു. ആയതിനാൽ കർത്തൃപ്രാർത്ഥനയിലൂടെ വിശ്വാസി നിരന്തരം ദൈവകൃപ യാചിക്കുന്നു. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരിലേക്ക് സ്വർഗത്തിലെ ഇഷ്ടവും അന്നേക്കുമുള്ള അപ്പവും ലഭിക്കുവാനാണ് കർത്താവ് തന്ന കർത്തൃപ്രാർത്ഥന. കർത്താവ് തൻ്റെ കൂദാശകളിലൂടെയും ആത്മാവിലൂടെയും നൽകുന്ന ആ ശക്തിയാൽ പട്ടിണിയായാലും സമൃദ്ധിയായാലും പീഡനമായാലും സമാധാനമായാലും വിശ്വാസി അങ്ങനെ ആത്മീയമായി പൂർണ്ണ തൃപ്തനും വിജയം ആയിത്തീരുന്നു. അതെ, അപ്പോസ്തല പ്രവർത്തികൾ 14:22 പറയുന്ന കഷ്ടതകളുടെ ലോകത്തിൽ നിന്ന് കർത്തൃപ്രാർത്ഥനയിലൂടെ കൃപ ചോദിച്ചു വാങ്ങി ക്രിസ്തുവിലൂടെ സകല പ്രതിസന്ധികളെയും ജയത്തോടെ അഭിമുഖീകരിക്കുന്ന ഫിലിപ്പിയർ 4:13 പറയുന്ന ആത്മീയ പ്രയാണമാണ് ക്രിസ്തീയത. യഥാർത്ഥ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ പറയുവാൻ സാധിക്കും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.